കറി ബർക്കറിന്റെ ഒബ്സഷൻ ശരിക്കും ഒരു പ്രേതപ്പടം കണ്ട് പേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിയേറ്ററിൽ കയറിയത്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പ്രേതവും ഭൂതവും ഒന്നുമില്ല, പക്ഷെ ഇതിലെ സൈക്കോളജി, മനുഷ്യന്മാരുടെ ഒരു മാനസികാവസ്ഥ എല്ലാം കണ്ടിട്ട് വല്ലാണ്ടായിപ്പോയി. പടം കണ്ടു കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് പനി അല്ലെങ്കിൽ ഛർദി എല്ലാം വന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. നമ്മളിങ്ങനെ വല്ലാണ്ടായി പോകും. ലാസ്റ്റ് ഈ മോളിവുഡ് ടൈംസ് കണ്ട് ഇറങ്ങുമ്പോഴത്തേക്കാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകും. ആക്ച്വലി പ്രേതവും ഭൂതവും ഒന്നുമല്ല അവിടെ പേടിക്കേണ്ടത്. ഈ പടത്തിലെ ഹൊറർ എലമെന്റ് എന്ന് പറയുന്നത് ഈ നിക്കി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു സൈക്കോളജിയും കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. വേണമെങ്കിൽ വളരെ സ്ട്രൈറ്റ് ആയിട്ട് ഇപ്പോ ഈ പ്ലോട്ടിലേക്ക് ഞാൻ ഡയറക്റ്റ്ലി വരാം. കാരണം ഇത് കഴിഞ്ഞ വർഷം അമേരിക്കയിൽ റിലീസായ പടമാണ്. ഈ വർഷം 2-3 ആഴ്ച മുമ്പ് മലയാളത്തിലും അത് ഇന്ത്യയിലൊക്കെ റിലീസായി. ഒരുവിധം എല്ലാ ആൾക്കാരും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഒരുവിധം സിനിമാ പ്രാന്തന്മാരൊക്കെ ഈ പടം കണ്ടിട്ടുണ്ടാകും. സോ ഇതിൽ നിക്കി എന്നും അതുപോലെ തന്നെ ബിയർ എന്നും പേരുള്ള ബയർ എന്നും പേരുള്ള രണ്ട് കഥാപാത്രങ്ങളാണ് ഈ പടത്തിന്റെ മെയിൻ ലീഡ് എന്ന് പറയുന്നത്. അധികം കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ വലിയ സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ 2-3 റൂമും പിന്നെ 2-3 കാറും, അത്രയും മതി മനുഷ്യന്മാരെ പേടിപ്പിക്കാനൊക്കെ. ഉള്ളതെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഇവര് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റെല്ലാം വിൽക്കുന്ന ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ വെച്ചൊരു പരിചയപ്പെടുന്നു. അപ്പൊ ഈ നിക്കി എന്ന് പറയുന്ന പെൺകുട്ടിയോട് നമ്മുടെ ബയറിന് ഭയങ്കരമായിട്ടൊരു പ്രണയം. അപ്പൊ ഇത് അവതരിപ്പിക്കുന്ന, അതായത് ഈ പ്രണയം പറയുന്നത് പ്രാക്ടീസ് ചെയ്യലാണ് ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇയാള് ഒരു പ്രാവശ്യം ഈ ആന്റിക്കെല്ലാം വിൽക്കുന്ന ഷോപ്പിൽ പോകുന്ന സമയത്ത് ഇയാൾക്കൊരു ഒരു സാധനം അവിടെ കാണും. അതായത് 1 വിഷ് വില്ലോ എന്ന് പറയുന്ന സാധനം കാണും. അപ്പൊ അതിങ്ങനെ വാങ്ങിയിട്ട്, അതായത് അതിന്റെ പാക്കറ്റൊക്കെ പൊളിച്ച് നമ്മൾ മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ള ഒരൊറ്റ ഫാന്റസി എലമെന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പടത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതായത് ചിലപ്പോൾ എന്റെ പ്രശ്നമായിരിക്കും. ഈ പടത്തിന്റെ ഒരു സബ് പ്ലോട്ട് അല്ലെങ്കിൽ ഒരു താഴെയുള്ള ഒരു ലെയർ, ബേസ് ലെയർ എന്നൊക്കെ പറയുന്നതിന്റെ ആക്ച്വലി ഈ മനുഷ്യന്മാരുടെ സൈക്കോളജി തന്നെയാണ് ഇതിൽ പറഞ്ഞു വെച്ചതായിട്ട് എനിക്ക് തോന്നിയത്. അതെ, ചില ആൾക്കാർക്ക് അവരുടെ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളോടുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ അപ്രോച്ച് എന്നൊക്കെ പറയുന്നില്ല, ഭയങ്കര തീഷ്ണമായിരിക്കും. അതായത് പ്രേമിച്ച് കൊല്ലുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥ. അതായത് ഭയങ്കരമായിട്ടുള്ള കെയറിങ്, ഭയങ്കരമായിട്ടുള്ള ഒബ്സഷൻ. ഇതിന്റെ ടൈറ്റിൽ പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒബ്സഷൻ. ഇതിങ്ങനെ കൂടി വന്നിട്ട് അവർക്ക് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ, അതായത് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവല്ലോ, അതാണ് ഈ പടത്തിൽ ശരിക്കും കാണിച്ചു തരുന്നത്. അപ്പൊ ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അതായത് ഈ ബയറിന് വേണമെങ്കിൽ അതിന്റെ അടുത്തുള്ള ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ കൗൺസിലറിനൊക്കെ കൊണ്ടുപോയിട്ട് കൺസൾട്ട് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ കഥാപാത്രത്തിന്റെ കുഴപ്പം എന്താണെന്നറിയോ, നിക്കി അയാളെ പ്രേമിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ ലവ് മേക്കിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബയറിന് കുഴപ്പമൊന്നുമില്ല. നിക്കി എപ്പോഴാണോ വയലന്റ് ആവുന്നത് അപ്പൊ മാത്രമേ ഇയാൾ പേടിക്കുന്നുള്ളൂ. അപ്പൊ അയാൾ പേടിക്കും. അത് ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ അതല്ലാതെ ഇവർ നോർമൽ ആയിരിക്കുന്ന സമയത്തില്ലേ ഈ ചങ്ങയ്ക്ക് ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആളുകളുടെ ഒരു സൈക്കോളജി ഉണ്ടല്ലോ. ഇപ്പൊ ഒരാളോട് ഒരു അട്രാക്ഷൻ തോന്നും, അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെന്റിലായിരിക്കും നമുക്കൊരു സ്പാർക്ക് ഫീൽ ചെയ്യുക. പക്ഷെ അങ്ങനെ തോന്നിക്കഴിഞ്ഞിട്ട് ഇത് പ്രകടിപ്പിച്ച് പിന്നെ ആ വ്യക്തിക്ക് തിരിച്ച് ഇതുപോലെ ഇങ്ങോട്ടേക്ക് തോന്നുന്ന സമയത്ത് ഇതൊരു പീക്ക് പോയിന്റിൽ എത്തുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അപ്പൊ ആ സമയം എത്തുമ്പോഴത്തേക്കും അവരുടെ പെരുമാറ്റം ആയി കഴിഞ്ഞാലും അവരുടെ ആക്ഷൻ ആയി കഴിഞ്ഞാലും ഒരു തേർഡ് പേഴ്സൺ നോക്കുന്ന സമയത്ത് ഭയങ്കര ടോക്സിക് ആയതുപോലെയൊക്കെ തോന്നും. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ ഇത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അത് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കാണുമ്പോഴത്തേക്ക്. പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ വല്ലാണ്ട് ഇത് ഹൈ ആവുന്ന സമയത്ത് ഇയാൾക്ക് ഇത് താങ്ങാനും പറ്റുന്നില്ല. പക്ഷെ ഇവരെ കൊണ്ടുപോയിട്ട് എവിടെയും കളയാനോ അല്ലെങ്കിൽ അത് പരിഹരിക്കാനും പറ്റാത്തൊരവസ്ഥയിലേക്ക് ആൾക്കാർ മാറുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം നമുക്ക് അറിയുന്ന ചില റിലേഷൻഷിപ്പിലൊക്കെ സംഭവിക്കാറുണ്ട്. ഓക്കെ, ഇതിന്റെ റിയാലിറ്റിയാണ്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിപ്പിക്കുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. അതിലൊന്ന് ഈ പടത്തിന്റെ ലൈറ്റിംഗ് ആണ്. അതായത് ലൈറ്റിംഗ് വെച്ചിട്ടുള്ള ഒരു പേടിപ്പിക്കലുണ്ട്. അടുത്തത് സൗണ്ട്, അടുത്തത് സിനിമാറ്റോഗ്രഫി. പിന്നെ ഈ സിനിമയിൽ ലൈറ്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരു റൂമാണ് ഞാൻ പറഞ്ഞില്ല, ഈ റൂമിൽ ഈ നിക്കി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ചില സമയത്തെല്ലാം നമ്മൾ കാണണമെങ്കിലില്ല ഇങ്ങനെ കയ്യെല്ലാം വെച്ച് നോക്കേണ്ടി വരും. ഇവരെവിടെ പോതു, എങ്ങോട്ടേക്ക് പോതു. നമ്മുടെ ഷമ്മി ചേട്ടന്റെ ഒരു സ്ത്രീ വേഷം പറയാം, ലേഡി ഷമ്മി എന്നൊക്കെ പറയാം. ഇവരുടെ ഒരു ചിരി ഉണ്ട് വരെ തിയേറ്ററിൽ. അതായത് ഇന്റർവെല്ലിന് കുറച്ചു മുമ്പുള്ള ഒരു സാധനമാണ്. ഞാൻ എല്ലാം പറയുന്നില്ല, കാണാൻ വിട്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞാലും ഇല്ലേ, നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് ഉറപ്പായും പേടിച്ച് വല്ലാണ്ടായി പോകും. പേടി മീൻസ് ഈ ഭൂതവും പ്രേതവും അമ്മാതിരി പരിപാടിയൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ആളുകളുടെ സൈക്കോളജിയെ ഒന്ന് തുറന്നു കാണിച്ചിട്ടുള്ള സിനിമയാണിത്. പിന്നെ അതിൽ ആക്ട്രസ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ചങ്ങായി നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഇവരുടെ ഈ ഭാവങ്ങളെല്ലാം മാറുന്നില്ലേ, പെട്ടെന്ന് ഇങ്ങനെ പ്രണയിച്ച ഒരു പീക്കിലെത്തിയിട്ട് പെട്ടെന്ന് ഈ ഹൊററിലേക്ക് പോകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ്, അതായത് ഇന്റർവെല്ലിന് ശേഷം പിന്നെ അങ്ങോട്ടേക്ക് അത്യാവശ്യം ബ്ലഡ് ബാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലഡ് ബാത്ത് പറയുമ്പോഴത്തേക്ക് വല്ലാണ്ട് വയലൻസ് ഒന്നുമല്ല, പക്ഷെ ഉള്ളതെല്ലാം ഒരുമാതിരി വയലൻസ് ആണ്. നമ്മൾ വല്ലാണ്ടായി പോകും.
അതായത് ഒരു ബോഡി ഹൊറർ ടൈപ്പിലേക്കൊക്കെ പടം പോകുന്നുണ്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഒരു സൈക്കോളജിക്കൽ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ ഫാന്റസി എലമെന്റ് ഉണ്ടല്ലോ, ഈ നമ്മുടെ വില്ലോ എന്ന് പറയുന്ന സാധനം, അത് മാത്രമാണ് ഒരു സൂപ്പർ നാച്ചുറൽ സാധനമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ബാക്കിയുള്ള കഥാപാത്രങ്ങൾ, അതായത് ഈ ബയറിന്റെയും നിക്കിയുടെയും ബാക്കിയുള്ള ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് റിയാലിറ്റിയുമായിട്ട് വളരെ ബന്ധമുള്ളൊരു പ്ലോട്ട് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും ഇത് അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. സ്ട്രൈറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഒരു ഫാന്റസി പടം, പക്ഷെ അതിൽ ചിന്തിക്കാനും ആലോചിക്കാനൊക്കെ ഒരുപാടുള്ളൊരു പടം കൂടിയായിരുന്നു ഓബ്സഷൻ എന്ന് പറയുന്നത്. ഇത് അങ്ങനെ ഒരു ചുമ്മാ പടമൊന്നുമല്ല. എന്ന് വെച്ചാൽ ഒരു തമാശക്ക് ഇങ്ങനെ ഒരുത്തൻ ചെയ്തു വെച്ച പടമൊന്നുമല്ല. ഞാൻ ആദ്യം വിചാരിച്ചത്, യൂട്യൂബർ ആണല്ലോ ഈ പടം ഡയറക്ട് ചെയ്തത്, 26 വയസ്സുള്ള ഒരു ചങ്ങായാണ്. അപ്പോ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടിയ കുറച്ച് പൈസ എല്ലാം വെച്ചിട്ട് ഒരു പടം അങ്ങനെ ഉണ്ടാക്കി വിട്ടതായിരിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, ഒരുപാട് ചിന്തിക്കാനും ആലോചിക്കാനൊക്കെ ഉള്ളൊരു സിനിമയാണ്. പ്രേതവും ഭൂതവും ഒന്നും ഇല്ലാതെ മനുഷ്യന്മാരുടെ സൈക്കോളജി കണ്ടിട്ട് നമുക്ക് തന്നെ പേടിയാകും. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മൈൻഡ് മെന്റാലിറ്റി കണ്ടിട്ട് നമുക്ക് തന്നെ പേടി തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതാണ് സത്യത്തിൽ ഒബ്സഷൻ എന്ന് പറയുന്നത്. 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് പടത്തിന്റെ ഡ്യൂറേഷൻ. പക്ഷെ 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി. അതായത് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണോ ഈ ഫാന്റസി വേൾഡ്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോവും. പക്ഷെ ഇതിന്റെ എൻഡിങ് എന്നെല്ലാം പറയുന്നത് ഭയങ്കരമായിട്ടൊരു ഹൊററാണ്. എൻഡിങ് ആണ് നമ്മൾ ശരിക്കും ഞെട്ടിക്കുന്നത് അല്ലെങ്കിൽ പേടിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ എൻഡിങ്ങിൽ മാത്രമേ പേടിക്കുന്നുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോരോ പണിയെല്ലാം കിട്ടും. രസമാണ് കണ്ടിരിക്കാനായിട്ട്. നല്ല ഓഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. കൂടുതൽ ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇവർക്ക് ഇത് മനസ്സിലാവില്ല എന്താണ് സംഭവിക്കുന്നത്. അത്യാവശ്യം കുറച്ച് വിവരമുള്ള ഓഡിയൻസ് ഒക്കെ ഉള്ള തിയേറ്ററിൽ ഇരുന്നു കൊണ്ട് കാണാൻ പറ്റിയാൽ അത് നിങ്ങളുടെ ഭാഗ്യം. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.